എല്ലാവർക്കും നമസ്കാരം. +1 മാത്തമാറ്റിക്സിൻ്റെ ഓണപ്പരീക്ഷയുടെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ സീരീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് സ്ഥിരമായിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങ് പഠിച്ചേക്കണേ. നോക്കിയോ, ഫൈൻഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to √9 minus x square. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ്, ഫംഗ്ഷനിലേക്ക് കൊടുക്കാൻ കഴിയുന്ന വാല്യൂസിന്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ശരിയാണല്ലോ? യെസ്. അന്നേരം കിട്ടുന്ന ഉത്തരങ്ങളെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. ആ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ ഈക്വൽ ആവുകയോ സബ്സെറ്റ് ആവുകയോ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൊമൈൻ, എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിലേക്ക് കൊടുക്കാൻ കഴിയുന്ന വാല്യൂസ്, എക്സിൻ്റെ പ്ലേസിൽ ഇൻപുട്ട് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതിനകത്ത് എക്സിന് കൊടുക്കാൻ കഴിയുന്ന വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ആ എക്സിന് കൊടുക്കാൻ കഴിയുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആയിരിക്കണം. എക്സിനൊരു വാല്യൂ കൊടുത്താൽ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത സാധാരണഗതിയിൽ വരാറുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് ജനറലൈസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് അല്ല. ശരിയല്ലേ? അതൊരു കോംപ്ലക്സ് നമ്പർ ആവും, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലാതായി മാറും. ശരിയാണല്ലോ? റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരരുത്, ലോഗരിതത്തിനുള്ളിൽ 0 വരരുത്. കാരണം ലോഗിനുള്ളിൽ 0 വന്നാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ലോഗ് 0 മൈനസ് ഇൻഫിനിറ്റി എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ലോഗിനുള്ളിൽ നെഗറ്റീവ് വരരുത്. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിവിഷൻ ബൈ 0 വരരുത്. ഒരു ഫ്രാക്ഷൻ വരുന്നു, ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ ആര് വരരുത്? 0 വരരുത്. അപ്പം ഇങ്ങനെ വരുന്ന കേസുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഡൊമൈൻ എഴുതാൻ. ഈ സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാധ്യതകൾ ഉൾപ്പെടുന്ന സെറ്റ് ഓഫ് വാല്യൂസ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഡൊമൈൻ എഴുതാൻ. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പ്രഥമ ദൃഷ്ട്യാ കണ്ണിൽ പെടുന്ന ഒരു പ്രശ്നം എന്താണ്? റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാനുള്ള സാധ്യത, അത് ഒഴിവാക്കണം. ഇതിൻ്റെ ഈ റൂട്ടിനകത്ത് കാണുന്ന സംഗതി 0യോ 0യേക്കാൾ വലുതോ ആയിരിക്കണം. ശരിയല്ലേ? അതായത് ഈ കാണുന്ന 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ശരിയാണല്ലോ? ഇനി ഇനിക്വാളിറ്റിയുടെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ. 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെഫ്റ്റ് സൈഡിലും 9 റൈറ്റ് സൈഡിലും എഴുതിയാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നേരെ തിരിഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനം, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ മൈനസ് റൂട്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ആയിരിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ മൈനസ് റൂട്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെങ്കിൽ മൈനസ് റൂട്ട് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 9. ഓക്കെ. അപ്പോൾ മൈനസ് റൂട്ട് 9 3 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് എക്സിൻ്റെ വിലകൾ -3 മുതൽ +3 വരെ വരാം. -3ഉം +3ഉം ഇൻക്ലൂഡിങ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഇനിക്വാളിറ്റിയുടെ ലാംഗ്വേജ് ആണ്. ഇതിനെ ഇന്റർവെല്ലിന്റെ ലാംഗ്വേജിൽ എഴുതിയാൽ എക്സ് ബിലോങ്സ് ടു -3 മുതൽ +3 വരെ ക്ലോസ്ഡ് ആണ്. അല്ലെ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. കാരണം -3ഉം +3ഉം ഇൻക്ലൂഡിങ് ആണ്, അത് എക്സ്ക്ലൂഡിങ് അല്ല. എക്സ്ക്ലൂഡിങ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. സോ ദിസ് ഈസ് ദ ഡൊമൈൻ ഓഫ് ദ റിക്വയർഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √9 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡൊമൈൻ ആണ് എന്ത്? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -3 to 3 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതേ ഫംഗ്ഷൻ തന്നെ റേഞ്ച് ചോദിക്കുകയാണെങ്കിലോ? റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ ഈ -3 മുതൽ 3 മുതൽ ഈ എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ വരുന്ന ഉത്തരങ്ങളെയാണ് റേഞ്ച്. റേഞ്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടെ റേഞ്ച് നിങ്ങളൊന്ന് എഴുതിക്കേ. എക്സിന് ഞാൻ ഈ ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും കിടക്കുന്ന ബൗണ്ടറി വാല്യൂസ് -3യോ +3യോ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന √9 മൈനസ് 3 സ്ക്വയർ അല്ലേ? √9 മൈനസ് 9 0. അപ്പോൾ ഇത് ഈ ഒരു ഫംഗ്ഷന്റെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ് അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് 0. ഇനി ഏറ്റവും വലിയ വാല്യൂ എക്സിന് 0 കൊടുക്കുമ്പോഴാണ്. എക്സിന് 0 കൊടുത്താൽ √9 3 വരും. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ പരമാവധി വരുന്ന 3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ക്ലോസ്ഡ് ഇന്റർവെൽ 0 3 എന്ന് പറയുന്നതാണ് റേഞ്ച്. ക്ലോസ്ഡ് ഇന്റർവെൽ -3 3 എന്ന് പറയുന്നതാണ് ഡൊമൈൻ. ഇനി റേഞ്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡൊമൈൻ ആണ്
ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ റേഞ്ച്. ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇനി റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എടുത്താൽ മതി. അത് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടെത്തണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇൻവേഴ്സ് കണ്ടെത്തിയിട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്താണെന്ന് നോക്കിയാൽ മതി ഈ എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ. ആ ആംഗിളിൽ വേണമെങ്കിലും ചിന്തിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പരിശോധിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സോ കോൾഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കേസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന കേസ്, അവിടെ നമ്മൾ ഡൊമൈൻ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കണം. ലോഗിനുള്ളിൽ നെഗറ്റീവ് വരുന്ന കേസ്, ലോഗിനുള്ളിൽ 0 വരുന്ന കേസ്, ഡിവിഷൻ ബൈ 0 വരുന്ന കേസ്, ഡിവിഷൻ ബൈ റൂട്ടിനുള്ളിൽ 0 വരുന്ന കേസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുകളാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഡിവിഷൻ ബൈ 0 വരാൻ സാധ്യതയുള്ള ഒരു ഫ്രാക്ഷനാണ് നമ്മുടെ മുന്നിൽ ഡൊമൈൻ കണ്ടെത്തുക എന്ന ഉത്തരവാദിത്വത്തോടെ വന്ന് നിൽക്കുന്നത്, അല്ലേ? ഒരു ഫ്രാക്ഷനാണ് നിൽക്കുന്നത്. ഫ്രാക്ഷനിൽ ഈ കാണുന്ന ഡിനോമിനേറ്റർ എന്താവരുത്? 0 ആവരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: 0 ആവാൻ സാധ്യതയുള്ള വാല്യൂസ് ഓഫ് എക്സ് കണ്ടെത്തുന്നു, എന്നിട്ട് റിയൽ നമ്പേഴ്സിൽ നിന്ന് ആ വാല്യൂസിനെ ഒഴിവാക്കുന്നു. അതാണ് നമ്മുടെ ഡൊമൈൻ. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അപ്പോൾ 0 ആവാൻ സാധ്യതയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, we needed to put the denominator of the fraction, അതായത് x square minus 5x plus 4 is equal to 0. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കണം. സമ്മും പ്രോഡക്റ്റും എടുക്കാൻ. രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ -5, രണ്ട് നമ്പേഴ്സ് ഗുണിച്ച് കഴിഞ്ഞാൽ 4. ഏതൊക്കെയാണ് നമ്പേഴ്സ്? കൂട്ടിയാൽ -5, ഗുണിച്ചാൽ 4. ഏതൊക്കെയാണോ? ഗുണിച്ചാൽ 4 വരണം. അപ്പം -4ഉം -1ഉം ശരിയാണോ നോക്കിയേ? -4ഉം -1ഉം കൂടെ കൂട്ടിയാൽ -5, -4ഉം -1ഉം ഗുണിച്ചാൽ 4. ഈ രണ്ട് സംഖ്യകളുടെ സഹായത്തോടു കൂടി നമ്മളിവിടെ സ്പ്ലിറ്റ് നടത്തണം. x - 4 ഇൻറ്റു x - 1 = 0. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്താൽ x² - 5x + 4 തന്നെ തിരിച്ചു കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? x - 4 = 0, x - 1 = 0. അപ്പോൾ ഇവിടുന്ന് x = 4 വരും, ഇവിടുന്ന് x = 1 വരും. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താലോ അല്ലെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 4 കൊടുത്താലോ ഈ കാണുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആവും. ശരിയല്ലേ? അപ്പോൾ ഈ ഹോൾ ഇക്വേഷനിൽ നമ്മൾ ഡൊമൈൻ കൊടുക്കുന്ന സമയത്ത് എക്സിൻ്റെ പ്ലേസിൽ 1ഓ 4ഓ വരാതെ നോക്കണം. പിടികിട്ടിയോ? അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞേ, ഡൊമൈൻ എന്ന് പറയുന്നത് മൊത്തം റിയൽ നമ്പേഴ്സിൽ നിന്നും ആരെ മൈനസ് ചെയ്യണം? 1ഉം 4ഉം മൈനസ് ചെയ്ത് മാറ്റുന്നതാണ് നമ്മുടെ ഡൊമൈൻ. ശരിയല്ലേ? മൊത്തം റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ക്യാപിറ്റൽ R. ആ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും സെറ്റ് 1ഉം 4ഉം ഒഴിവാക്കുന്നതാണ് ഡൊമൈൻ. കാരണം 1ഉം 4ഉം വന്നാൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 0 വരും. 0 വരാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? സെറ്റാണെന്ന് വിചാരിക്കുന്നപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട രണ്ട് ചോദ്യങ്ങളാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഉപകാരപ്രദമായ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട്, പക്ഷേ ഉറപ്പിക്കാവുന്ന സ്കോറിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റാ ബൈ ബൈ, സീ യു.